ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ഒരു കുളം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വന്നത്. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കുളമാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് നല്ല വൃത്തിക്ക് ക്ലീനാക്കി. അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ റെക്കോർഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നേരത്തെ ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ, അതേപോലെ തൊഴിലുറപ്പുകാർ എല്ലാം കൂടെ അങ്ങനെ എന്തോ സംഭവം, അത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഈ സംഭവം ക്ലീനാക്കി വൃത്തിയാക്കി അടിപൊളിയാക്കിയായിരുന്നു. ഇപ്പോൾ 6 മാസം ആയപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ അവസ്ഥ മോശകരമായിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം അന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പം 5-6 മാസത്തിനുള്ളിൽ ഈ ഒരവസ്ഥയായി. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ഇവിടെ വരെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ കാണാറൊന്നുമില്ല, അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പം വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളിയായി കുറേ പിള്ളേരൊക്കെ ചാടുന്നു, അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ചാണ് വന്നത്. പക്ഷേങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം പാളിപ്പോയി. പക്ഷേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറേ പായൽ, അതേപോലെ ഫുള്ള് പോച്ചകൾ എല്ലാം കൂടെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കും. ഇതുവഴി ഇങ്ങനെ ഇറങ്ങാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നല്ല വീതി വിസ്താരമുള്ള കുളമാണ്. എനിക്ക് തോന്നുന്നു ഇതെങ്ങനെയാണേലും ഒരു 30 സെൻറ്റ് അത്രയുമുള്ള കുളമായിരിക്കും അല്ലേ ചേട്ടാ? പിന്നെ അടുത്ത് തന്നെ നല്ലൊരു മാവുണ്ട്. ആ മാവിനകത്ത് മാങ്ങ ഉണ്ട്. ഈ മാങ്ങയുടെ പേര് സാധാ നാട്ടുമാങ്ങ എന്താണെന്ന് തോന്നുന്നു, കിളിച്ചുണ്ടൻ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പുളി, അതായത് എന്തോ വാളംപുളിയല്ല, ഇത് തോട്ടുപുളി അല്ലയോ, എന്തോ കുടംപുളി, അങ്ങനെ എന്തോ സംഭവമാണ്. ഇത് വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പഴമുണ്ട്. അപ്പം അത് വേണേൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അത് അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്, നല്ല മധുരവും പുളിപ്പും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ അതിൻ്റെ തോടാണ് നമ്മൾ ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കി തോട്ടുപുളിയായിട്ട് എടുക്കുന്നത്. മാങ്ങ അത്യാവശ്യം വലുതാവാനുണ്ട് കേട്ടോ. ഇത് എല്ലാം ചെറിയ മാങ്ങയാണ്. ഇത് ഈ സത്യം പറഞ്ഞാൽ ഈ തോട്ടമേ, ഇത് പ്രൈവറ്റായിട്ടാണോ അതോ ഗവൺമെൻറ്റിൻ്റെ ആണോ? കുളം ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത് നല്ല അടിപൊളി വൈബാണ്. വൈകുന്നേരം നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം വൈകുന്നേരമായി. ഇപ്പോൾ നല്ല തണലുണ്ട്, അതേപോലെ ഇടയ്ക്ക് വെച്ച് നല്ല കാറ്റുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ മടിയാണ്. വീഡിയോ കാര്യങ്ങൾ സപ്പോർട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് അത്യാവശ്യം റീച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നെ വലിയ കാര്യം. ഏകദേശം ചില വീഡിയോകൾക്ക് നമ്മൾ എന്തായാലും ഉടായിപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, എന്നാലും ഒരു 10-200 ലൈക്കൊക്കെ ചില വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വളരെയധികം എന്തോ പറയാൻ വന്നത്, അത് വിട്ടുപോയി, അത് തന്നെ വലിയ കാര്യം. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്ത റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് റീച്ച് ആവുന്നില്ല. പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഈ കാശിറക്കി ഈ വ്ളോഗ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് കാണാൻ ആൾക്കാരുണ്ടാവും. ഇത് കാശും പലവൊന്നും ഇല്ലാതെ വീഡിയോസ് കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് റീച്ച് ആകത്തൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു.